ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5500 മുതൽ 6500 കോടി വരെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ബിസിനസിനെ പറ്റിയാണ്. ഒരു ഓൺലൈൻ ബിസിനസ് ആണിത്. ആൻഡ് ഈ ബിസിനസ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, ഈ ബിസിനസ് നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ബിസിനസ് എന്താണെന്ന് പറയുമ്പോഴേക്കും നിങ്ങളെല്ലാം വളരെയധികം സർപ്രൈസ് ആയി പോകും. കാരണം ഞാനും ഇത് കേട്ടപ്പോൾ വളരെയധികം സർപ്രൈസ്ഡ് ആയി. സോ ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ ഈ ചെറിയ ചെറിയ ഈ കാർട്ടൂൺ ബുക്സ് അല്ലെങ്കിൽ കളറിംഗ് ബുക്സ്, കോമിക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്. സോ ഈ ബിസിനസിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 6500 കോടി രൂപയാണ്. ഓരോ മാസവും 3 ലക്ഷം മുതൽ 5 ലക്ഷം യൂണിറ്റ്സ് വരെ സെല് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന സെയിൽസിന്റെ ഏകദേശം 40% വരെ വിറ്റ് പോകുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടും വഴിയാണ്. അത് മാത്രമല്ല, ഇത് ഇന്ത്യയിൽ വളരെയധികം റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. കാരണം ഈ ബിസിനസിന്റെ കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 14 മുതൽ 18% വരെ തന്നെയാണ്. അത് മാത്രമല്ല, നമുക്ക് പറയാം ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് പാരന്റ്സ് ഇപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബുക്സ് തന്നെ വിർച്വലി ഒരു സംഭവം കിട്ടുന്നതിനേക്കാളും അവർക്ക് ബുക്സ് കയ്യിൽ കൊടുക്കുകയും അവർ ബുക്സ് വായിക്കുവാനും ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ അവർ ഒരുപാട് പാരന്റ്സ് കുട്ടികളെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ബിസിനസ് വളരെയധികം റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനിയും ഇത് വളരെയധികം സ്പീഡിൽ തന്നെ വളരെയധികം റാപ്പിഡ് ആയിട്ട് തന്നെ ഇനിയും ഗ്രോ ചെയ്യും. സോ ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് വരുന്ന വർഷങ്ങൾ ഒരുപാട് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ക്യാപ്പിനെക്കാളും വളരെയധികം മാർക്കറ്റ് കീഴടക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണ്. സോ ഈ ബിസിനസ്സിൽ എങ്ങനെ നിങ്ങൾ പങ്കാളികളാകാം, അല്ലെങ്കിൽ ഈ ബിസിനസ് വഴി നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ആമസോണിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനകത്ത് ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോയിൽ തന്നെ സെല്ലർ അക്കൗണ്ട്സിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, GSTIN നമ്പർ എന്ന് പറയും. സോ GSTIN രജിസ്ട്രേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 399 രൂപ മാത്രം അടച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നതിനാൽ ആർക്കും GSTIN രജിസ്ട്രേഷൻ കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഏതൊരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനിലും GSTIN രജിസ്ട്രേഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏക ബിസിനസ് ബുക്ക് സെല്ലിംഗ് മാത്രമാണ്. കാരണം ബുക്ക് സെല്ലിംഗിന് അവർ ഒരിക്കലും GSTIN നമ്പർ ചോദിക്കത്തില്ല. അവർ ആകെ ചോദിക്കുന്നത് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് മാത്രമാണ്. സോ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടോ? പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി എങ്ങനെ ഇത് ഡിസൈൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ എടുക്കണം ഞാൻ പറഞ്ഞു. സോ നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ക്യാൻവയിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് കുട്ടികളുടെ കാർട്ടൂൺസിന്റെയും ബാക്കി ഈ കോമിക്സിന്റെ ഒക്കെ ഒരുപാട് ടെംപ്ലേറ്റ് കിട്ടും. ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാൻവ വഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. മൊബൈൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു 5-6 ഒരു 10-12 പേജസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് ചെയ്ത ശേഷം ഒരു ടെക്സ്റ്റ് PDF ആയിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ PDF എക്സ്പോർട്ട് ചെയ്ത ശേഷം ഞാനിങ്ങനെ ഇത് പ്രിന്റ് എടുക്കേണ്ടത്, ഇനി അത് അങ്ങനെ എടുത്ത് വെക്കേണ്ടത്, അതിനൊന്നും യാതൊരു ആവശ്യമില്ല. സോ PDF എക്സ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇടുന്ന മാതിരി തന്നെ ChatGPTയിൽ പോയിട്ട് ഈ ഒരു പ്രോംപ്റ്റ് ഇട്ട് നോക്കും. സോ ഈ ഒരു പ്രോംപ്റ്റ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇടണം, അങ്ങനത്തെ ഇതൊക്കെ കിട്ടും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഈ പറഞ്ഞ നമ്മുടെ ഈ ക്യാൻവയിൽ നിന്ന് കിട്ടുന്നതിന്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എടുത്തിട്ട ശേഷം ഫ്ലിപ്കാർട്ടിലോട്ട് ഇടുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ വേറെ ഏജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇടാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസ് റെഡിയാക്കി തരാം. വീണ്ടും ChatGPT അല്ലെങ്കിൽ ജെമിനി യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യാം. സോ അതിന്റെ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ ഈ പ്രോംപ്റ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോംപ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ആ പ്രോംപ്റ്റ് ഇടുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഏജൻസി തരും. അതിനുശേഷം ഇത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കൊണ്ടുപോയി സെല് ചെയ്യുക. ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിലെ സെല്ലർ അക്കൗണ്ട് വഴി നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യാം. സോ വൺസ് പബ്ലിഷ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. സോ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സ്പീഡായിട്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ നമ്മൾ എത്ര റേറ്റ് ആണ് യൂസ് ചെയ്യാൻ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. സോ നിങ്ങൾ എത്ര പേജസ് ഉണ്ട്, ഒരു പ്രസ്സിൽ പോയിട്ട് ഇത്രയും പേജസ് ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര ക്യാഷ് ആവും, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വെക്കുക. സോ ഇതൊക്കെ അന്വേഷിച്ച് വെച്ച ശേഷം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. നിങ്ങളുടെ ലാഭത്തിന്റെ ആ ഒരു മാർജിനും കൂടെ നോക്കിയ ശേഷം മാത്രം പ്രോഡക്റ്റിന്റെ പ്രൈസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ആൻഡ് നിങ്ങളത് ഓഫ് കോഴ്സ് ഫ്ലിപ്കാർട്ടിൽ ഇടുമ്പോഴേക്കും അവരുടെ ഈ പറയുന്ന ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ബാക്കി ഈ കവറേജ്, അതിന്റെ ടാസ്ക് ഒക്കെ അതിന്റെ ചാർജസും കൂടിയിട്ട് അവരൊരു ചാർജ് പറയും. സോ ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ട് സെല്ലർ അക്കൗണ്ടിന്റെ ഇതിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസും ഡെമോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് പാക്കേജിങ് ചെയ്യേണ്ടത്, ബാക്കി കാര്യങ്ങൾ എങ്ങനെ സെയിൽസ്, ലോജിസ്റ്റിക്സിന്റെ കാര്യങ്ങൾ, അതെല്ലാം അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. സോ അതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതെല്ലാം ചെയ്ത ശേഷം നിങ്ങൾ ഇത് എടുക്കുക. സോ വൺസ് നിങ്ങൾക്ക് ഓർഡർ കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ഇപ്പൊ പ്രിന്റ് ഔട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിർച്വലി അവിടെ ഒരു നഷ്ടം ഉണ്ടാകാനുള്ള ഒരു പ്രോബിലിറ്റി ഇല്ല. കാരണം നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും, ഓക്കെ ഞാനിത് ഇട്ട് ആരെങ്കിലും വാങ്ങുമോ,
അത് നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇടുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഈ പറയുന്ന സംഭവം എല്ലാം റെഡിയാക്കുക, ഫ്ലിപ്കാർട്ടിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് ബുക്സ് കൊണ്ട് പബ്ലിഷ് ചെയ്യുക. ഇൻ ദ സെൻസ് പബ്ലിഷ് ചെയ്യാൻ, സെയിലിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ പബ്ലിഷ് ചെയ്യാൻ ഇടുക. സോ വൺസ് ഇത് പബ്ലിഷ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഓർഡേഴ്സ് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓർഡേഴ്സ് വന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഓർഡേഴ്സ് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ലാഭം കിട്ടും. അവിടെ തീർച്ചയായും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും. ഞാൻ പറഞ്ഞ മാതിരി ഏകദേശം 5 ലക്ഷം കോപ്പീസ് വരെ അല്ലെങ്കിൽ 5 ലക്ഷം യൂണിറ്റ്സ് വരെ മാസം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആൻഡ് അത് വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. സോ നിങ്ങളുടെ ആ ഒരു കണ്ടന്റ്, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ ഒരു ലാഭം അല്ലെങ്കിൽ ഒരുപാട് സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പറയുന്ന ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ സമയം മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് അല്ലാണ്ട് വേറെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നതുമില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക, ആവശ്യത്തിന് PDFs കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് AI പ്രോംപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട ശേഷം ഈ പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിടുക. ഈ ക്രിയേറ്റ് ചെയ്തിട്ട ശേഷം ജസ്റ്റ് അവിടെ കിടക്കട്ടെ. നിങ്ങൾക്ക് ഓർഡേഴ്സ് വരികയാണെങ്കിൽ ഉറപ്പാട് നിങ്ങൾക്ക് അതിന് ലാഭം കിട്ടി തുടങ്ങും. ഓർഡേഴ്സ് വരുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ സമയം നഷ്ടമാണ്. കാരണം നമ്മൾ പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. നമ്മൾ എഫേർട്ട് ഇടുക, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഇതല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ദിവസം വിജയിക്കും, അതിൽ യാതൊരു സംശയവും. പക്ഷെ നമ്മൾ എഫേർട്ട് ഇടുക, പേഷ്യൻസ്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. എത്ര ഇത് വന്നാലും തളരാണ്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. സോ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് കണ്ടത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ അധികം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, റിസൾട്ട്സ് ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക. സോ അതിനുശേഷം നമുക്കിത് കാണുന്നവർക്ക് ഇതിനെ പറ്റി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ വീണ്ടും വേണമെങ്കിൽ ഇതിനെ പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. സോ വേറെ എന്തുണ്ടെങ്കിലും ജസ്റ്റ് കമന്റ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്.